ഓക്കെ, റേഷ്യോ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഇൻകം ഓഫ് എ ഈസ് 25% മോർ ദാൻ ദാറ്റ് ഓഫ് ബി ആൻഡ് ദ ഇൻകം ഓഫ് സി ഈസ് 65% ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ സം ഓഫ് ദ ഇൻകംസ് ഓഫ് എ ആൻഡ് ബി. ഇൻകം ഓഫ് സി ഈസ് വാട്ട് പെർസെൻറ്റേജ് ലെസ് ദാൻ ഇൻകം ഓഫ് എ. അപ്പോൾ ഇവിടെ 3 പേരുടെ ഇൻകത്തെ പറ്റിയാണ് പറയുന്നത് അല്ലേ. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അതേപോലെ ഇവിടെ എയുടെയും ബിയുടെയും ഇൻകത്തിനെ പറ്റിയുള്ള ക്ലൂസ് അവർ തരുന്നുണ്ട് അല്ലേ. എയുടെ ഇൻകം 25% മോർ ദാൻ ദാറ്റ് ഓഫ് ബി എന്നാണ് പറയുന്നത്. അപ്പം ബിയുടെ ഇൻകം നമ്മൾ 100 എടുത്തു കഴിഞ്ഞാൽ എയുടെ ഇൻകം എത്ര ആയിട്ട് എടുക്കാം? 25% കൂടുതലായതുകൊണ്ട് 125 എന്ന് എടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കുവാണെങ്കിൽ 25 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ 5 എന്നും ഇവിടെ എത്രയാണ് 4 എന്നും ആക്കാൻ പറ്റും. ഓക്കെ, 25 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ അപ്പം എയുടെ ഇൻകം 5, ബിയുടെ ഇൻകം 4. ഇനി സിയുടെ ഇൻകത്തെ പറ്റി എന്താണ് പറയുന്നത്? സിയുടെ ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഓഫ് സി ഈസ് 65% ലെസ് ദാൻ ദാറ്റ് ദ സം ഓഫ് ഇൻകംസ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ടോട്ടൽ ഇൻകം, അതായത് എയുടെയും ബിയുടെയും ഇൻകത്തിൻ്റെ ടോട്ടലിൻ്റെ 65% കുറവാണ് സിയുടെ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എയുടെയും ബിയുടെയും ഇൻകത്തിൻ്റെ സം എത്ര വരും? 9. അതിൻ്റെ 65% കുറവാണെന്ന് പറയുമ്പം എത്രയായിരിക്കും സിക്കുള്ളത്? 35% ആയിരിക്കത്തില്ലേ? 35% ആയിരിക്കും സിക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 20 എന്നും ഇവിടെ 7 എന്നും കൊടുക്കാം. അപ്പം 9 × 7 എന്ന് പറയുന്നത് 63/20. ഓക്കെ, 63/20 ആണ് നമ്മുടെ സിയുടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പം 3 പേരുടെ ഇൻകംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറയുന്നത്? ഇൻകം ഓഫ് സി ഈസ് വാട്ട് പെർസെൻറ്റേജ് ലെസ് ദാൻ ദ ഇൻകം ഓഫ് എ. അപ്പം ഇൻകം ഓഫ് എയുടെയും ഇൻകം ഓഫ് ബിയുടെയും ഒരു കമ്പാരിസനാണ് ചോദിച്ചത്. എത്ര പെർസെൻറ്റേജ് സിയുടെ ഇൻകം എത്ര പെർസെൻറ്റേജ് കുറവാണ് ആരേക്കാൾ? എയേക്കാൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കാം. എയുടെ ഇൻകത്തേക്കാൾ എത്ര കുറവാണ് ബിയുടെ ഇൻകം? ആ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മളിവിടെ ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്യുമ്പം അടിയിൽ 1 ആക്കിയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 100 - 63/20 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 37 അല്ലേ. 37/20 എന്ന് കിട്ടുന്നു. ഓക്കെ, ആ ഡിഫറൻസ് ആണ് 37/20 എന്ന് പറയുന്നത്. എത്ര പെർസെൻറ്റേജ് കുറവാണ്? ആരേക്കാൾ കുറവ്? എയുടെ ഇൻകത്തേക്കാൾ എത്ര പെർസെൻറ്റേജ് കുറവ്? അപ്പം ഇത് ആ ഡിഫറൻസ് ആണ്. 37/20 എന്ന് പറയുന്ന ആ ഡിഫറൻസ് ആണ്. അതേ ഡിവൈഡഡ് ബൈ എയുടെ ഇൻകം ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് അല്ലേ. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് ചെയ്യുന്നു? 37 ഡിവൈഡഡ് ബൈ 20. ഈ 1 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് എന്താകുന്നു? റെസിപ്രോക്കൽ എടുത്ത് 1/5 ആകും. വിച്ച് ഇൻറ്റു എന്തുണ്ട്? 100 കൂടിയുണ്ട്. അപ്പം ഈ 100ഉം ഈ 20/5 20 × 5 എത്ര? അതും 100 ആണ്. അപ്പോൾ ഈ 100ഉം ഈ 100ഉം ക്യാൻസലായിട്ട് ബാക്കി ബാലൻസ് എന്ത് കിട്ടും? 37 എന്ന ഉത്തരവാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം സിയുടെ ഇൻകം എന്ന് പറയുന്നത് എയുടെ ഇൻകത്തേക്കാൾ 37 കുറവാണ്. 37% കുറവാണ്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക് ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എക്സാംസൊക്കെ വരികയാണ് നമുക്ക്. അടുത്ത ഈ മന്തും നെക്സ്റ്റ് മന്തും എല്ലാം എക്സാംസിൻ്റെ സമയങ്ങളാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഈ വർഷം തന്നെ നമുക്ക് ബാങ്ക് അല്ലെങ്കിൽ SSC എന്തെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാം പാസ്സാവുന്ന രീതിയിൽ നന്നായിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരും പാസ്സായി ഒരു ജോബ് അക്വയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.